നീലിമേ, നീ എന്നെ വിട്ടു പോകുമോ? അങ്ങനെ നീ വിട്ടുപോയാൽ പിന്നെ ഞാനില്ല. ഇപ്പം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നീ മാത്രമാണ് നീലിമ. ജീവിതത്തിൽ ആരുമില്ലാത്തവനാണ് ഞാൻ. നീ കൂടെ പോയാൽ പിന്നെ ഈ ജീവിതം വേണ്ടെന്ന് വയ്ക്കുകയേ എനിക്ക് നിവർത്തിയുള്ളൂ. അത്രയും ഫോണിലൂടെ കേട്ടതും എന്ത് വേണമെന്ന് അറിയാതെയിരുന്നു നീലിമ. ഇത്തിരി മുൻപ് നടന്നത് ഇതൊന്നുമല്ല. നമ്മൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. ആരായിരുന്നീ ഫോണിൽ? ഞാൻ വിളിച്ചപ്പോൾ നീ ബിസി ആയിരുന്നല്ലോ. അമ്മായി ആയിരുന്നു ഏട്ടാ. അവരെന്തിനാ നിന്നെ വിളിക്കുന്നത്? അതൊന്നുമല്ല. നീ കള്ളം പറയുകയാ. നീ മറ്റാരെയോ ആണ് വിളിച്ചത്. ആരാ വിളിച്ചതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്ക്. എത്ര നേരം വിളിച്ചു? ആ സമയം എത്ര സെക്കൻഡ് സംസാരിച്ചു? എല്ലാം എനിക്കറിയണം. കിതപ്പോടെ പറയുന്നവനെ മടുപ്പോടെ കേട്ടിരുന്നു നീലിമ. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ നാട്ടിലായിരുന്നപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയത് മുതൽ തുടങ്ങിയതാണ് പ്രശ്നം. എന്ത് ചെയ്താലും പ്രശ്നം. ഫോൺ ബിസി ആവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആൾക്കൊട്ടും വിശ്വാസമില്ലാത്ത മാതിരി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ എന്തോ വിഷമം തോന്നും. ഇന്നത്തെ പ്രശ്നം കൂടിയായപ്പോൾ പറഞ്ഞതാണ്, മടുത്തു ഞാൻ, ഇനി ഈ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ പറഞ്ഞതാണ്, ഞാനില്ലാതെ പറ്റില്ല എന്ന്. എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നെല്ലാം അതിൽ ഞാൻ വീഴുമെന്നറിയാം. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഒരു വിവാഹാലോചന വരുന്നത്. അരുൺ എന്നാണ് പേര്. അമ്മയില്ല, അച്ഛനും പെങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് ബ്രോക്കർ പറഞ്ഞിരുന്നത്. അമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ മരിച്ചതാവുമെന്ന് കരുതി. പക്ഷേ വിവാഹം ഉറപ്പിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു അമ്മ മരിച്ചതല്ല, അച്ഛനെയും അരുണിനെയും ഉപേക്ഷിച്ച് മറ്റാരുടെയോ കൂടെ പോയതാണെന്ന്. ആരെയൊക്കെ ഉപദേശിച്ച് വെറുതെ പൊല്ലാപ്പെടുത്ത തലയിൽ വെക്കണ്ട. ശരിക്കും എന്താണാവോ അവർക്കിടയിലെ പ്രശ്നം? അതുകൊണ്ട് ഈ വിവാഹം വേണ്ട എന്നൊക്കെ. പക്ഷെ അയാൾക്കും ഒരു ജീവിതം വേണ്ടേന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചത്. പക്ഷേ വിവാഹം കഴിഞ്ഞതും അയാൾ എൻ്റെ കാര്യത്തിൽ ഓവർ പൊസസീവ് ആണ് എന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങോട്ടും തിരിയാൻ പോലും വിടില്ല. സ്വന്തം വീട്ടിലേക്ക് പോലും നാട്ടിലുണ്ടായിരുന്ന 2 മാസം അയാൾ വിട്ടിട്ടില്ല. സ്നേഹക്കൂടുതൽ കൊണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നീട് ലീവ് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോയതും അയാളുടെ സ്വഭാവം ആകെ മാറി. എനിക്കെന്തോ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം മുഴുവൻ. ഞാൻ ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചത് അയാളുടെ അച്ഛനോട് തന്നെയാണ്. അയാളുടെ 13ാം വയസ്സിലാണത്രേ അമ്മ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. അതും അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ. അത് അയാളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നും പറഞ്ഞു. എന്തൊക്കെ ന്യായീകരണം അതിന് പറഞ്ഞാലും എനിക്ക് കൂട്ടിലിട്ട അവസ്ഥയായിരുന്നു. എന്തൊക്കെ സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ അയാളുടെ സ്നേഹ നാടകം തുടങ്ങിയിരുന്നു. നീ ഇല്ലാതെ പറ്റില്ല, നീ ഇപ്പോൾ പോകരുത് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അതോടെ അയാളുടെ ഭാവം മാറി. അവിടെ ആരെ കാണാനാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. വീട്ടിലേക്ക് ചെന്നു. അമ്മയോടും അച്ഛനോടും അയാളുടെ ഈ സ്വഭാവത്തെപ്പറ്റി തുറന്നു പറഞ്ഞു. അച്ഛനാണ് പറഞ്ഞത് ഒരവസരം കൂടി കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഇനി ഒരിക്കൽ ചിലപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാം, അത് ഉണ്ടാവരുത് എന്ന്. അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. അദ്ദേഹത്തിനോട് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നല്ലൊരു കൗൺസിലിംഗ് കിട്ടിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ അച്ഛനോടും സംസാരിച്ചു. പക്ഷേ എൻ്റെ ഉദ്ദേശശുദ്ധിയോടെ മറ്റൊരു രീതിയിലാണ് എല്ലാവരും എടുത്തത്. മകന് ഭ്രാന്താക്കുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടു. അദ്ദേഹവും അത് തന്നെ പറഞ്ഞു. എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർത്ത് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന്. അതോടുകൂടി എനിക്ക് മതിയായി. ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ എന്ന്. അവിടെ ഉണ്ടായ പുകിൽ മുഴുവൻ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ചേർത്ത് നിർത്തി പറഞ്ഞു, എൻ്റെ മോളിനി അങ്ങോട്ട് പോണ്ട, അച്ഛനുണ്ടാവും നിനക്കെന്ന്. എനിക്കത് മതിയായിരുന്നു. ഇനി വരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. അതുകൂടിയായപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് വലിയ ബഹളമൊക്കെ വെച്ചു. ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് സമ്മതമാണോ എന്ന്. അത് കേട്ട് എന്നെ അടിക്കാൻ ആയിരുന്നു അയാളുടെ വരവ്. അയാളുടെ രോഗം മാനസികമാണ്. അത് ചികിത്സിച്ചാൽ ഭേദമാവുമെന്നെല്ലാം എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിനയാൾ തയ്യാറാകാതെ ഞാനെന്ത് ചെയ്യാനാണ്? ഡിവോഴ്സ് വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് അധിക നാൾ ആവാത്തത് കൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും അതിന് പുറകെ നടന്ന ഡിവോഴ്സ് വേഗം വാങ്ങിയെടുക്കുക എന്നത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അയാൾ പിന്നെ ദുബായിലേക്ക് തിരിച്ചു പോയില്ല. ഡിവോഴ്സ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ പിടിച്ചു വന്നിരുന്നു. എത്രമേൽ ടോക്സിക്കാണ് അയാളെന്ന് തിരിച്ചറിയുകയായിരുന്നു ഞങ്ങൾ. പോലീസിന്റെ സഹായം തേടിയവർ. അയാളെ പിടിച്ച് അകത്തിട്ടു.
എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എന്നെങ്കിലും ഞാൻ നിന്നെ കൊല്ലുമെന്ന്. ഒരിക്കൽ അയാളുടെ അവസ്ഥയോർത്ത് സഹതാപം തോന്നിയതിന് എനിക്ക് കിട്ടിയ കൂലി. അതോടെ അച്ഛനും ഭയമായി. അങ്ങനെയാണ് ബാംഗ്ലൂരിലുള്ള അച്ഛൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചത്. എൻ്റെ മൈൻഡൊക്കെ ശരിയാവാൻ അവിടെ ഒരു കോഴ്സിന് ചേർത്തിരുന്നു. കുറച്ചു കാലം വിട്ടു നിന്നതുകൊണ്ട് എന്തോ സാവധാനം ആ പ്രശ്നം അങ്ങനെ സോൾവായി. അത് ചെയ്തത് അവിടെ തന്നെ ഒരു ജോലിയിൽ കയറി. അവിടെ നിന്നാണ് രമേശിനെ പരിചയപ്പെടുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ കഥകളെല്ലാം കേട്ടിട്ടും അയാൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. പക്ഷെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായിരുന്നു ഞാൻ. അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം അയാളും പറഞ്ഞത് നമുക്ക് ആദ്യം നല്ല കൂട്ടുകാരായിരിക്കാം, എന്നിട്ട് ഇനി എന്തെങ്കിലും തോന്നുമ്പോൾ പരസ്പരം സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാമെന്ന്. എനിക്കും അത് സമ്മതമായിരുന്നു. ഏറെ വൈകാതെ എനിക്ക് മനസ്സിലായി രമേശിന് എൻ്റെ നല്ലൊരു സുഹൃത്താകാൻ കഴിയുമെന്ന്. ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ്. എനിക്കറിയാം ഈ ബന്ധം പഴയതുപോലെ ആവില്ലെന്ന്. കാരണം അത്രമേൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്